വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ 25 കോടി 50 ലക്ഷം രൂപ വരവും 24 കോടി 58 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും ആണ് മുൻഗണന നൽകിയിട്ടുള്ളത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് PA യൂസഫാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 25 കോടി 50 ലക്ഷം രൂപയാണ് വരവ് കണക്കാക്കിയിട്ടുള്ളത്. 24 കോടി 58 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. നമുക്ക് വരുന്നത് 24 കോടി 77 ലക്ഷത്തി 68,052 രൂപയാണ് നമ്മൾ ഈ വർഷം നമ്മൾ പഞ്ചായത്തിലേക്ക് വരവായി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ 25 കോടി 55 ലക്ഷത്തി 61,271 രൂപയാണ് ആകെ വരവ്. ഈ വർഷം 2026-27 വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് 24 കോടി 58 ലക്ഷത്തി 39,459 രൂപയാണ് നാം പ്രതീക്ഷിക്കുന്ന ചെലവ്. ഭവന നിർമ്മാണം, കുടിവെള്ള വിതരണം തുടങ്ങിയവയ്ക്കാണ് ബജറ്റിൽ മുൻഗണന. ഭവന നിർമ്മാണത്തിന് 2 കോടി രൂപയും കുടിവെള്ള പദ്ധതികൾക്ക് 1 കോടി 80 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ ശുചിത്വ മേഖലയ്ക്കായി 2.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. റോഡുകൾക്കും 2.25 കോടിയുണ്ട്. ആരോഗ്യമേഖലയ്ക്ക് 30 ലക്ഷവും അങ്കണവാടികൾ വഴിയുള്ള പോഷകാഹാര വിതരണത്തിന് 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി ഭൂമിയും വാസയോഗ്യമായ വീടും ഇല്ലാത്ത ഒരാൾ പോലും അവശേഷിക്കരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് നമ്മൾ ഒരു മാർഗദർശനം ചെയ്യുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത ഒരാൾ പോലും, ഒരു കുടുംബം പോലും അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഇന്ന് പല മേഖലകളിലും നമുക്ക് കുടിവെള്ളത്തിൻ്റെതായ ഒരു കുറവ് അനുഭവപ്പെടുന്നു. അത് പലപ്പോഴും അതിൽ കാരണമായി തീരുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് പൂർണ്ണമായും നമുക്ക് വേനൽക്കാലങ്ങളിൽ നമുക്ക് അനുയോജ്യമായ നിലയിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്ക് ഈ കാര്യത്തിലും സമഗ്രമായ ഒരു കുടിവെള്ള നയം തന്നെ വാരപ്പെട്ടി പഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് സംഗീത പ്രതീഷ് പറഞ്ഞു. വൃത്തിയുള്ള വാരപ്പെട്ടി പദ്ധതി, വയോജന സൗഹൃദ മന്ദിരം തുടങ്ങിയവ ലക്ഷ്യമിടുന്ന പദ്ധതികളാണ്. ഇന്ന് കേരളത്തിൽ നാം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ, ചെറുപ്പക്കാരെല്ലാം അല്ലെങ്കിൽ യുവതീ-യുവാക്കളെല്ലാം തങ്ങളുടെ സ്വപ്നങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ ഒരു അവസരത്തിൽ ഒട്ടും വിഭിന്നമല്ല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചു. ധാരാളം വീടുകളിൽ വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ തങ്ങളുടെ വികാര വിചാരങ്ങൾ ആരുമായും ഷെയർ ചെയ്യുവാനില്ലാതെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ പഞ്ചായത്തും കടന്നു പോകുന്നത്. അവർക്ക് മറ്റുള്ളവരുമായി സമയം പങ്കിടുവാനും അല്ലെങ്കിൽ തങ്ങളുടെ സമയം ഫലപ്രാപ്തിയുള്ള രീതിയിൽ ചെലവിടുവാനും എന്ന ലക്ഷ്യത്തോടു കൂടി നാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നാം സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ് വയോജന സൗഹൃദ മന്ദിരം. GTV ന്യൂസ്, വാരപ്പെട്ടി.